സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഓപ്പോയുടെ ഫൈൻഡ് X8 ഓൾറെഡി 8 പ്രോയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം 8ൻ്റെ വീഡിയോ ആണ്. ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ രണ്ട് വേരിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് 12GB 256GB ആണ്. അതിൻ്റെ പ്രൈസ് 69,999 രൂപയാണ്. പിന്നൊരു വേരിയൻ്റ് വരുന്നുണ്ട്, അതായത് 16GB 512GB. അതിൻ്റെ പ്രൈസ് 79,999 രൂപയാണ്. സോ 70,000 80,000 ആ പ്രൈസ് റേഞ്ചിലാണ് ഇതിന് വരുന്നത്. സോ ബേസ് മോഡൽ തന്നെ 70,000 രൂപ വരുന്നുണ്ട്. 70,000 രൂപയുടെ ഒരു ഓപ്പോയുടെ ഫോൺ എങ്ങനെയുണ്ടാവും? ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ മറ്റേ ഫൈൻഡ് X8 പ്രോ പോലെ തന്നെ സെയിം ഡിസൈനാണ്, വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ബാക്ക് ഗ്ലാസ് ആണ്, അലുമിനിയം ഫ്രെയിം യൂസ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് പറയുകയാണെങ്കിൽ 193 ഗ്രാം വെയിറ്റും 7.9 mm തിക്നെസ്സും വരുന്നുണ്ട്. സോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. പിന്നീട് ആ ഒരു ഫ്ലാഷ് ഒരു അറ്റത്തേക്ക് കൊടുത്തിട്ടുണ്ട്, അതെന്തിനാണെന്ന് അറിയില്ല, അറ്റത്തേക്ക് ഒരു ഫ്ലാഷ് വരുന്നുണ്ട്. സോ അതൊരു ബോറായിട്ട് തോന്നി, കാരണം അത് സെൻട്രലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. കാരണം ഒരു കേസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് വേറെ തന്നെ ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അതൊരു ബോറ് പരിപാടിയായിട്ട് തോന്നി ഡിസൈൻ്റെ ഭാഗത്ത്. ബാക്കിയൊക്കെ ഓക്കെയാണ്. IP16 അതിൻ്റെ IP റേറ്റിംഗ് ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ നോ ഇഷ്യൂസ്. ദെൻ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.59 ഇഞ്ച് വരുന്ന ഒരു 1.5K റെസൊല്യൂഷനിൽ ഒരു AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz ഹൈ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേ വൈസ് ഓക്കെയാണ്, നോ പ്രോബ്ലം. എവിടെ അങ്ങനെ ഇഷ്യൂസൊന്നും നമുക്ക് പറയാനില്ല. നല്ല ഡിസ്പ്ലേ ഇതിന് വരുന്നുണ്ട്. പിന്നീട് കാണാൻ ഒരു പിക്സൽ ഫോൺസിൻ്റെ ഒക്കെ ആ ഒരു ടൈപ്പ് ഫ്രണ്ടാണ് ഇതിന് കാണുമ്പോൾ തോന്നുന്നത്. കാരണം അതിൻ്റെ ആ ഒരു കർവും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. സോ എക്സാക്ട്ലി ആ ഒരു ലുക്കാണ്. സാംസങ് പോലെയല്ല, ആ ഒരു സെയിം ഐഫോണും അതുപോലെ തന്നെ പിക്സൽ ഫോണൊക്കെ പോലെയാണ് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് തോന്നുന്നത്. ദെൻ ക്യാമറ, ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ക്യാമറ ആണല്ലോ. 15 MB പ്രൈമറി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 15 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്. 15 MB ഒരു ടെലിഫോട്ടോ പെരിസ്കോപ്പിക് ലെൻസ് വരുന്നുണ്ട്. അതിലാണെങ്കിൽ 3x കേട്ടോ വരുന്നത്. ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാ ഒട്ടുമിക്ക ഫോൺസും 3x തന്നെയാണ് വരുന്നത്. സെൽഫി ആണെങ്കിൽ 32 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നീട് റിയറിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും 4K 16 FPS വീഡിയോസ് നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്യാമറയെ പറ്റി ഞാൻ അധികം കൂടെ പറയുന്നില്ല, കാരണം ക്യാമറ റിവ്യൂസ് പോയിട്ട് നോക്കാം. പുതിയ ഫോൺ ആയതുകൊണ്ട് അങ്ങനെ റിവ്യൂസൊക്കെ വരുന്ന അത്രേ. അപ്പോൾ റിവ്യൂസ് നോക്കിയിട്ട് മാത്രം സെലക്ട് ചെയ്താൽ മതി. സോ അതിനെപ്പറ്റി ഞാനിവിടെ പറയുന്നില്ല. ക്യാമറ എന്തായാലും ബെറ്റർ ആയിരിക്കും, എന്നാലും റിവ്യൂസ് നോക്കാം. പിന്നീട് പെർഫോമൻസ്, ഇതിലാണെങ്കിൽ മിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 9400 എന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ പെർഫോമൻസ് വേറെ ലെവലാണ്. 2.6 മില്യൺ അടുത്ത ആ റേഞ്ചൊക്കെ തന്നെ ആൻറ്റു സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഇന്ന് കിട്ടുന്നതായിരിക്കും. ബട്ട് സ്നാപ്ഡ്രാഗൺ 8 Eliteൻ്റെ ആ റേഞ്ച് വരുന്നില്ല, എന്നാലും അതിൻ്റെ ഒരു കോമ്പറ്റേറ്റർ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. സോ എന്നാലും പെർഫോമൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെ കുഴപ്പമൊന്നും പറയാനില്ല. പിന്നീട് ColorOS 15 ആയിട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. ബേസ്ഡ് ഓൺ Android 15 ആണ്. സോ ColorOS 15 എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് 15 ആൻഡ്രോയിഡ് അല്ല, iOS പോലെയുള്ള UI ആണ്. ഒരുപാട് കാര്യങ്ങൾ iOSനെ ഫോളോ ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ബാർ ആണെങ്കിലും ആനിമേഷൻസ് ആണെങ്കിലും. പിന്നെ ഇതിലൊരു ക്യാമറ ബട്ടണൊക്കെ വരും, ഞാനത് പറയാൻ വിട്ടുപോയി. ക്യാമറ ബട്ടണൊക്കെ ഇതിന് വരുന്നുണ്ട്. പിന്നീട് അലേർട്ട്സ് സ്ലൈഡറൊക്കെ വരുന്നുണ്ട്. സോ ഒട്ടുമിക്ക ആപ്പിളിൻ്റെ ഫീച്ചേഴ്സും അടിച്ച് മാറ്റിയിട്ടുണ്ട് ഓപ്പോ ഇത്തവണ. സോ അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. സോ ആ ക്യാമറ ബട്ടണിൽ മെയിനിൽ വരുന്നത് നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും, പിന്നെ സൂം ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള കൺട്രോൾസ് ഉണ്ടോ എന്നാണ് കറക്റ്റായിട്ട് അറിയില്ല. സോ റിവ്യൂസൊക്കെ നോക്കുക. ഓക്കെയാണ്. ഒരു ലൈറ്റർ ആയിട്ടുള്ള വേർഷൻ, അതായത് ഐഫോണിലുള്ളതിൻ്റെ ഒരു ലൈറ്റർ ആയിട്ടുള്ള ക്യാമറ ബട്ടണാണ് ഇതിന് വരുന്നത്. പിന്നീട് ബാറ്ററി 5630 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വയർഡ് ചാർജിങ് ആണ്. പിന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബാറ്ററി സെക്ഷനൊക്കെ തന്നെ ഓക്കെയാണ്. അപ്പം 70,000 രൂപക്ക് കുഴപ്പമില്ലാത്ത നല്ല ഡിസൈൻ വരുന്നുണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്, നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറ വരുന്നുണ്ട്. പിന്നെന്താ പെർഫോമൻസ് നല്ല വരുന്നുണ്ട്, നല്ല ബാറ്ററി എല്ലാം വരുന്നുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നും പറയാനില്ല. 70,000 രൂപക്ക് അത്യാവശ്യം ഒരു വേർത്തായുള്ള നല്ല മോഡൽ തന്നെയാണ്. ബട്ട് X8 Pro എനിക്ക് അത്ര വേർത്തായിട്ട് തോന്നുന്നില്ല, കാരണം 1,00,000 രൂപക്ക് അത് അത്രക്കും ഒന്നും അതിലില്ലടി. പക്ഷേ ഈ ഒരു ഫോൺ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 70,000 രൂപക്ക് മറ്റേ 16GB എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതെടുത്താലും മതി. സ്റ്റോറേജ് വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് പോയാൽ മതി, അല്ലാതെ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. 16GB റാമിൻ്റെ ഒന്നും ആവശ്യമില്ല. 12GB ഒക്കെ തന്നെ സഫീഷ്യൻ്റ് ആണ്. പിന്നീട് സ്റ്റോറേജ് വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ ഇതെടുത്താൽ മതി. ഇതാണ് കുറച്ചും കൂടെ നല്ലൊരു ഓപ്ഷൻ. 70,000 രൂപക്ക് അത്യാവശ്യം നല്ലൊരു വേർത്തായിട്ട് തോന്നി. എന്നാലും ഇനി ഒരുപാട് ഫോൺസൊക്കെ വരാനുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. സോ വെയിറ്റ് ചെയ്യുക, അതൊക്കെ ഇറങ്ങിയിട്ട് മാത്രം പോയിട്ട് വാങ്ങിയാൽ മതി. എടുത്ത് ചാടിയിട്ടൊന്നും ഈ ഫോൺസൊന്നും പോയിട്ട് വാങ്ങരുത്.
അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായി കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.